ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ കൊണ്ട് പിക്കിൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും, എങ്കിലും പെട്ടെന്ന് നമുക്ക് ഒരു പിക്കിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റിലാണ് ഈ പിക്കിൾ. ചിക്കൻ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് നല്ലത് പിക്കിൾ ഉണ്ടാക്കാൻ. ഞാനൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ വെള്ളം നല്ല ഇങ്ങനെ ഇതേപോലെ കഴുകി നല്ല വെള്ളമൊന്നും ഇല്ലാതെ വേണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആവശ്യത്തിനുള്ള എരിക്ക് ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ എരിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം മുളക് പുരട്ടി വയ്ക്കാൻ. എന്നിട്ട് ഞാനിവിടെ നല്ലെണ്ണ, ഈ ചിക്കനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നല്ല ടേസ്റ്റും. പിന്നെ കുറച്ച് നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിലും കേടുകൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിലും നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു 1-2 പീസ് എടുത്താൽ അത് മതിയാകും. അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഡീപ്പ് ഫ്രൈ വേണ്ട, എന്നാൽ കുക്കാകുകയും വേണം. ഇപ്പോൾ ഇവിടെ ഇത് കറക്റ്റായിട്ടുള്ള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത പീസെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റി വെക്കണം. ഇപ്പം നമ്മൾ 600 ഗ്രാം ചിക്കനാണ് പിക്കിൾ ഇടുന്നതെങ്കിലും ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വേണം. അപ്പോൾ ഈ പിക്കിളിന് നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ വഴട്ടാനും നല്ലെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ 1.5 ടീസ്പൂൺ കടുകിടണം. കടുക് കുറച്ച് കൂടുതലിടണം. അതിൻ്റെ കൂടെ തന്നെ കരിയാപ്പലയെല്ലാം നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് മൂക്കണം. വെള്ളമയം എല്ലാം നന്നായിട്ട് പോകണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ച് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ കൂടെ ഞാനിവിടെ 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യാം. ഇത് നന്നായിട്ട് വഴറ്റണം. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ആ ഇതെല്ലാം മാറണം. അതിന് ശേഷം എരിക്ക് ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി. കുരുമുളക് പൊടി ഈ സമയം ഇടരുത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം. ആവശ്യത്തിനുള്ള ഉപ്പും ഇടണം. നമ്മൾ ആദ്യം ചിക്കനകത്ത് ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. ഇവിടെ വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും കൂടെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇതും നന്നായിട്ട് വഴറ്റണം. ഗ്യാസിൻ്റെ ഫ്ലെയിമാണ് ലോയിൽ വെച്ചിട്ട് വേണം ഈ പൊടികൾ ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഞാൻ 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് വിനാഗിരി യൂസ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് വിനാഗിരി എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ പൊടിയിൽ നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ലാസ്റ്റ് ഈ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കണം. നോക്കിക്കേ, നന്നായിട്ട് എണ്ണയൊക്കെ വഴണ്ട് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം വേണം നമ്മൾ ഫ്രൈ ചെയ്തിരുന്ന ചിക്കൻ ഇതിനകത്തിട്ട് കൊടുക്കാൻ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. ആ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ വഴറ്റിയിട്ട് ആ വിനാഗിരിക്കകത്ത് ചിക്കൻ കിടന്ന് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. ചോറിനൊക്കെ ഇതൊരു പീസ് മതി നമുക്ക് കഴിക്കാൻ. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കണം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ ഈ കായൊക്കെ ഇടുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റായിരിക്കും. കയ്പ്പൊന്നും വരത്തില്ല. അതന്നെയാണ് പറയുന്നത്. 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഒത്തിരി ഇട്ടാൽ കഴിക്കും. അപ്പോൾ നമ്മളുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ഒരു പിക്കിൾ ഉണ്ടാക്കിയെന്ന് നോക്കിയേ. തണുത്തതിന് ശേഷം ഒരു ഭരണിയിലോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ അടച്ച് വയ്ക്കുക. 2-3 ദിവസം കഴിഞ്ഞെടുത്താലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയുന്നത്. ഇപ്പോഴും ഓരോ പീസായിട്ട് നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.